കേരളത്തിൽ മുമ്പില്ലാത്ത വിധം അഴിമതിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോഴാണ് നാട് മറ്റൊരു അഴിമതി വിരുദ്ധ ദിനം ആചരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും അഴിമതിക്കുരുക്കിൽപ്പെട്ട് നട്ടം തിരിയുകയാണെന്ന വസ്തുതയാണ് ബോധ്യമാകുന്നത്. പാറ്റൂർ ഭൂമിയിടപാട്, ടൈറ്റാനിയം അഴിമതി തുടങ്ങിയ സംഭവങ്ങളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് കേസും മറ്റ് നടപടികളും പുരോഗമിക്കുന്നു. സോളാർ അഴിമതി വിഷയത്തിൽ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ അന്വേഷണം വേറെയും. SNC ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയതിനെതിരെ CBI സമർപ്പിച്ച റിവിഷൻ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ബാർക്കോഴ, അനധികൃത സ്വത്ത് സമ്പാദനം എന്നീ കേസുകളാണ് മുൻമന്ത്രി K. ബാബുവിനെതിരെയുള്ളത്. KM മാണിക്കെതിരെ ബാർക്കോഴയ്ക്കൊപ്പം കോഴിക്കോഴ നിയമനങ്ങളിലെ അഴിമതി തുടങ്ങിയവ സംബന്ധിച്ചും വിജിലൻസ് അന്വേഷണം നടത്തുന്നു. ബന്ധു നിയമന വിവാദത്തിൽ മുൻമന്ത്രി EP ജയരാജനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ട്. മന്ത്രിമാരായിരുന്ന CN ബാലകൃഷ്ണൻ, അനൂപ് ജേക്കബ്, KC ജോസഫ് എന്നിവർക്കെതിരെയും അന്വേഷണം നടക്കുന്നു. ലളിതകുമാരി കേസിലെ സുപ്രീം കോടതിയുടെ വിധി വന്നതോടെ ഇത്തരത്തിലുള്ള പരാതികളുടെ മുകളിൽ നിർബന്ധമായും അന്വേഷണം നടത്തണമെന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ അതോടെ കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ടോം ജോസ് IASനെതിരെ വിജിലൻസ് നടപടിക്ക് ശുപാർശ ചെയ്തു. സമാന കേസിൽ മുൻ പൊതുമരാമത്ത് സെക്രട്ടറി TO സൂരജ് സസ്പെൻഷൻ നടപടി നേരിട്ടു. വിവിധ കേസുകളിൽ മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുന്നു. കൂടാതെ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെതിരെയും IHRD നിയമനമടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.